എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള അലോട്ട്മെന്റ് പ്രോസസ്സിലേക്കുള്ള അപേക്ഷാ നടപടികൾ ഉടൻ ആരംഭിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു BSc നഴ്സിംഗ് കോഴ്സിലേക്കും അതുപോലെ തന്നെ പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുമുള്ള പ്രവേശന നടപടികളെക്കുറിച്ച് ഈ ഒരു വീഡിയോ വഴി നിങ്ങൾക്ക് സിമ്പിളായിട്ട് തന്നെ മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഈ വർഷത്തെ BSc നഴ്സിംഗ് അതുപോലെ തന്നെ പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള നടപടികൾ ഈ ഒരു മെയ് 18-ാം തീയതിക്ക് ശേഷം ആരംഭിക്കും. കാരണം മെയ് 18-ാം തീയതിയോടെയാണ് +2 റിസൾട്ട് വരുന്നത്. അതിനുശേഷം ഏകദേശം ഒരു 2 ദിവസത്തിനുള്ളിൽ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. BSc നഴ്സിംഗ് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ നേടാനും അതായത് മറ്റ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ നേടുന്നതിനായിട്ട് വിദ്യാർത്ഥികൾ +2-വിൽ ബയോ സയൻസ് അതായത് ഈ ഒരു ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നിവ പഠിച്ചിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു BSc നഴ്സിംഗ് കോഴ്സിലേക്കും അതുപോലെ തന്നെ പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുമുള്ള അതായത് വിവിധ ഗവൺമെൻറ് കോളേജുകളിലേക്കുള്ള ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സ് നടത്തുന്നത് LBS സെൻ്റർ ആണ്. അതുപോലെ തന്നെ പ്രൈവറ്റ് നഴ്സിംഗ് കോളേജ്, അതുപോലെ സെൽഫ് ഫിനാൻസ് കോളേജ്, അതുപോലെ മാനേജ്മെൻറ്റുകൾക്ക് കീഴിൽ വരുന്ന വിവിധ കോളേജുകളിലെ 50% സീറ്റുകളിലേക്കും അലോട്ട്മെൻറ്റ് പ്രോസസ്സ് നടത്തുന്നത് LBS സെൻ്റർ ആണ്. അപ്പോൾ എന്താണ് LBS സെൻ്റർ എന്ന് പറയാം. LBS സെൻ്റർ എന്ന് പറയുമ്പോൾ കേരള ഗവൺമെൻറ്റിന് കീഴിൽ വരുന്ന ഒരു സ്ഥാപനമാണ് LBS സെൻ്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്ന ഒരു സ്ഥാപനം. അപ്പോൾ ഈ ഒരു സ്ഥാപനത്തിൻ്റെ കീഴിൽ വിവിധ കോളേജുകളും അതുപോലെ വിവിധ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഈ ഒരു BSc നഴ്സിംഗ് കോഴ്സിലേക്കും അതുപോലെ തന്നെ പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുമുള്ള കേരളത്തിലെ വിവിധ ഗവൺമെൻറ് കോളേജുകളിലെ സീറ്റിലേക്കും അതുപോലെ തന്നെ കേരളത്തിലെ വിവിധ ഒരു സെൽഫ് ഫിനാൻസ് കോളേജുകൾ അതുപോലെ തന്നെ പ്രൈവറ്റ് നഴ്സിംഗ് കോളേജുകളിലെ 50% സീറ്റുകളിലേക്കുമുള്ള BSc നഴ്സിംഗ് കോഴ്സുകളിലേക്കുള്ള അലോട്ട്മെൻറ്റ് പ്രോസസ്സ് നടത്തുന്നത്. അതുകൂടാതെ തന്നെ ഈ ഒരു 50% സീറ്റ് എന്ന് പറഞ്ഞു ഈ ഒരു ബാക്കി 50% സീറ്റുകളിലേക്കുള്ള അലോട്ട്മെൻറ്റ് പ്രോസസ്സ് നടത്തുന്നത് amcsfnck.com pncmac.in എന്നുള്ള വെബ്സൈറ്റുകൾ മുഖാന്തരമാണ്. അപ്പോൾ amcsfnck.com എന്നുള്ള വെബ്സൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു അസോസിയേഷൻ ഓഫ് മാനേജ്മെൻറ്റ്സ് ഓഫ് ക്രിസ്ത്യൻ സെൽഫ് ഫിനാൻസിംഗ് നഴ്സിംഗ് കോളേജ് ഓഫ് കേരള എന്നുള്ളതാണ്. അതായത് കേരളത്തിലെ വിവിധ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റിന് കീഴിൽ വരുന്ന സെൽഫ് ഫിനാൻസ് കോളേജുകൾ അത് BSc നഴ്സിംഗ് കോഴ്സുകളിലെ സെൽഫ് ഫിനാൻസ് കോളേജുകളിലെ ഒരു അസോസിയേഷൻ വെബ്സൈറ്റാണ് amcsfnck.com എന്നുള്ളത്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റുകൾ വഴി നിങ്ങൾക്ക് ഈ ഒരു BSc നഴ്സിംഗ് കോഴ്സിന് വിവിധ ക്രിസ്ത്യൻ സെൽഫ് ഫിനാൻസ് കോളേജുകളിലേക്കുള്ള അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ വെബ്സൈറ്റാണ് pncmac.in എന്ന് പറയുന്നത് പ്രൈവറ്റ് നഴ്സിംഗ് കോളേജ് മാനേജ്മെൻറ്റ് അസോസിയേഷൻ ഓഫ് കേരള എന്നുള്ളതാണ് pncmac.in ഫുൾ ഫോം. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് പ്രൈവറ്റ് നഴ്സിംഗ് കോളേജിലെ 50% സീറ്റുകളിലേക്കും അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇനി LBS സെൻ്റർ വഴി നിങ്ങൾക്ക് എങ്ങനെ അപേക്ഷ സമർപ്പിക്കാം എന്ന് നോക്കാം. ആദ്യം തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് LBScenter.in എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ഈ ഒരു ക്രിസ്ത്യൻ സെൽഫ് ഫിനാൻസ് കോളേജുകളിലേക്ക് അഡ്മിഷൻ നേടാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു amcsfnck.com വെബ്സൈറ്റ് വഴിയും അപേക്ഷിക്കണം. അതുപോലെ പ്രൈവറ്റ് നഴ്സിംഗ് കോളേജുകളിൽ അഡ്മിഷൻ നേടാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് നഴ്സിംഗ് വെബ്സൈറ്റ് ആയിട്ടുള്ള pncmac.in എന്നുള്ള വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ BSc നഴ്സിംഗ് കോഴ്സിന് ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നിങ്ങൾക്ക് നേരിട്ട് അഡ്മിഷൻ നേടാനൊക്കെ സാധിക്കും. അതായത് നേരിട്ട് അഡ്മിഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ +2-ന് ഈ ഒരു നിശ്ചിത യോഗ്യത നേടിയിരിക്കണം. അതുപോലെ തന്നെ ഈ ഒരു പ്രൈവറ്റ് നഴ്സിംഗ് കോളേജിൽ ഡൊണേഷൻ വാങ്ങിച്ചിട്ട് ഈ ഒരു അഡ്മിഷൻ നൽകാറുണ്ട്. അതായത് ആ ഒരു സീറ്റ് നൽകാറുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ ഈ ഒരു അഡ്മിഷൻ നേടുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു രീതിയിലും നിങ്ങൾക്ക് അഡ്മിഷൻ നേടാൻ സാധിക്കും. അതുപോലെ തന്നെ കേരളത്തിൻ്റെ പുറത്ത് BSc നഴ്സിംഗ് കോഴ്സുകളിലേക്കുള്ള അലോട്ട്മെൻറ്റ് പ്രോസസ്സും ഈ ഒരു സമയത്ത് തന്നെ അതായത് ഒരു മെയ് 18-ാം തീയതിക്ക് ശേഷം തന്നെ ആരംഭിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കേരളത്തിന് പുറത്ത് അഡ്മിഷൻ നേടുന്ന സാഹചര്യത്തിൽ നിങ്ങൾ അത് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ അപ്രൂവ്ഡ് ആയിട്ടുള്ള നഴ്സിംഗ് കോളേജസ് ആണോ എന്നുള്ളത് കൃത്യമായിട്ട് പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. അതുപോലെ തന്നെ അവിടെ എത്ര വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ നൽകാനായിട്ട് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൻ്റെ അനുമതിയുണ്ട്. ആ ഒരു അനുമതിയുടെ ആ ഒരു ലിമിറ്റിനുള്ളിലാണോ നിങ്ങൾ അഡ്മിഷൻ നേടുന്ന സ്റ്റുഡൻ്റ് ആണോ എന്നുള്ള കാര്യം കൂടി കൃത്യമായിട്ട് മെൻഷൻ ചെയ്യേണ്ടതാണ്. കാരണം പല വിദ്യാർത്ഥികളും കേരളത്തിന് പുറത്ത് അഡ്മിഷനൊക്കെ ആയിട്ട് പോയിട്ട് പറ്റിക്കപ്പെട്ടിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ആ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കേരളത്തിൽ ഈ ഒരു രീതിയിൽ ഈ ഒരു ഡൊണേഷൻ നൽകി ഈ വിവിധ പ്രൈവറ്റ് നഴ്സിംഗ് കോളേജിൽ അഡ്മിഷൻ നൽകാറുണ്ട്. അപ്പോൾ അങ്ങനെ നേടുന്നവർക്ക് അങ്ങനെയൊക്കെ ഒരു നഴ്സിംഗ് പഠിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഇതിൻ്റെ ഫീസ് സ്ട്രക്ചർ ആദ്യം തന്നെ പറയാം. അപ്പോൾ ഫീസ് സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഗവൺമെൻറ് കോളേജിലാണ് നിങ്ങൾ അഡ്മിഷൻ ഗവൺമെൻറ് കോളേജിൽ BSc നഴ്സിംഗ് ആയാലും മറ്റ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകൾ ആയിരുന്നാലും നിങ്ങൾക്ക് ഏകദേശം ഫീസ് വരുന്നത് 27,000 സംതിങ് ഫീസ് ഈ ഒരു അതായത് 27,000 അതായത് ഈ ഒരു റേഞ്ചിനുള്ളിലാണ്. അതായത് 24,000 തൊട്ട് 27,000 ആ ഒരു സംതിങ് റേഞ്ചിനുള്ളിലാണ് നിങ്ങൾക്ക് ഈ ഒരു ഫീസ് വരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഗവൺമെൻറ് കോളേജുകളിൽ മറ്റ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകൾ കിട്ടുന്ന സമയത്ത് ഇതിനേക്കാൾ ഫീസ് കുറവായിരിക്കും. അത് 27,000 അല്ല, അതായത് 24,000 സംതിങ് ഫീസാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ഫീസാണ് വരിക. അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസ് കോളേജ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു വർഷം അതായത് ഫീസ് വരുന്നത് എന്ന് പറയുന്നത്
ഈ ഒരു 1,50,000 രൂപക്കടുത്ത് ഫീസ് വരും. അതായത് ഏകദേശം കഴിഞ്ഞ വർഷം വന്നിട്ടുണ്ടായിരുന്നത് 89,000 സംതിങ്ങോളം ഫീസാണ്. അപ്പോൾ മറ്റ് ഫീസുകളും കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് ഏകദേശം 1,50,000 അതായത് 1,20,000 രൂപക്കടുത്ത് ഫീസ് വരാറുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹോസ്റ്റൽ ഫീസും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഇതിനേക്കാൾ കുറച്ച് എക്സ്ട്രാ കൂടി വരും. അതായത് നിങ്ങൾക്ക് സെൽഫ് ഫിനാൻസ് കോളേജിൽ നിങ്ങൾ LBS മുഖാന്തരമായിരുന്നാലും അല്ലെങ്കിൽ AMCS FNCK വഴി ആയിരുന്നാലും അല്ലെങ്കിൽ PNC MAC വഴി ആയിരുന്നാലും നിങ്ങൾ ഈ ഒരു BSc നഴ്സിംഗ് കോഴ്സ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഏകദേശം ഒരു 7 മുതൽ 8 ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് ചിലവ് ആവും. ഗവൺമെൻറ് കോളേജ് ആണെങ്കിൽ ഇത്രയൊന്നും വരില്ല. ഏകദേശം ഒരു 2 ലക്ഷത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു നഴ്സിംഗ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു BSc നഴ്സിംഗ് കോഴ്സിന് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് നിങ്ങളുടെ +2 ഈ ഒരു ബയോളജി സയൻസ് പഠിച്ചവർക്കാണ്. അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നിവ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ അതിനൊരു നിശ്ചിത യോഗ്യത പറയും. അതായത് ഇത്ര % മാർക്ക് ഉള്ളവർക്കായി അപേക്ഷിക്കാൻ പറ്റുമെന്നുള്ളത്. അതിനനുസരിച്ചുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ഈ ഒരു LBS വഴി ആയിരുന്നാലും അല്ലെങ്കിൽ PNC MAC വഴി ആയാലും അല്ലെങ്കിൽ AMCS FNCK വഴി ആയാലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഏകദേശം ഒരു 40% മുതൽ ആണ് ഇതിൻ്റെ ഈ ഒരു യോഗ്യത വരുന്നത്. അതായത് SC ST അതുപോലെ EWS PWD ഈ ഒരു രീതിയിലൊക്കെ അനുസരിച്ച് വിവിധ കാറ്റഗറികൾക്കായിട്ട് റിസർവേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു റിസർവേഷനും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടും ഒക്കെയാണ് ഇതിൻ്റെ അഡ്മിഷൻ നടത്തുന്നത്. അതുപോലെ കേരളത്തിന് പുറത്ത് അഡ്മിഷൻ നേടുന്ന സാഹചര്യത്തിൽ നിങ്ങൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അതായത് പറ്റിക്കപ്പെടാനുള്ള സാഹചര്യങ്ങളൊക്കെ കേരളത്തിന് പുറത്തുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ അഡ്മിഷൻ നേടുന്ന കോളേജുകൾക്ക് കീഴിൽ സ്വന്തമായിട്ട് ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രത്യേകം ഉറപ്പുവരുത്തുക. കാരണം മുൻ വർഷങ്ങളൊക്കെ പലരും കേരളത്തിന് പുറത്ത് പോയിട്ട് പറ്റിക്കപ്പെട്ടുള്ള സാഹചര്യം ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കേരളത്തിന് പുറത്ത് നല്ല കോളേജുകളൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് നഴ്സിംഗ് കോളേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി നിങ്ങൾ അങ്ങനെ അഡ്മിഷൻ നേടുന്ന സമയത്ത് ഈ ഒരു കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. പറ്റിക്കപ്പെടാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അത് കേരളത്തിന് പുറത്ത് അഡ്മിഷൻ നേടുന്ന സമയത്ത് പറ്റിക്കപ്പെടാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി എങ്ങനെയാണ് ഈ ഒരു BSc നഴ്സിംഗ് കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ നേടുക, LBS സെൻറ്റർ വഴി അപേക്ഷ സമർപ്പിക്കുക എങ്ങനെയാണെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ LBScenter.in എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സസ് നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അതായത് ഇവിടെ കാണാം. ജസ്റ്റ് നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്ത് ആ ഒരു രജിസ്ട്രേഷൻ ആയിട്ടുള്ള പേജിലേക്ക് പോകാൻ സാധിക്കും. അതായത് രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടില്ല, ആരംഭിച്ച ശേഷം പോകാൻ പറ്റും. അല്ലെങ്കിൽ ഇപ്പോഴും ആ ഒരു സൈറ്റിലേക്ക് അതായത് ആ ഒരു പേജിലേക്ക് പോകുന്നതിന് പ്രോബ്ലമൊന്നുമില്ല. അപ്പോൾ ഇവിടെ താഴെയായിട്ട് നിങ്ങൾക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് സെൻട്രലൈസ്ഡ് അലോട്ട്മെൻറ്റ്സ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അഡ്മിഷൻ ടു പ്രൊഫഷണൽ ഡിഗ്രി കോഴ്സസ് ഇൻ നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ സ്ട്രീം 2025 ഓൺലൈൻ സബ്മിഷൻ വിൽ കമൻസ് ഷോർട്ട്ലി. അതായത് ഉടൻ തന്നെ ആരംഭിക്കുമെന്നാണ് നൽകിയിട്ടുള്ള ആ ഒരു പുതിയ ആ ഒരു നോട്ടിഫിക്കേഷൻ. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ അതിൽ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അതൊരു ലിങ്കാണ്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു വെബ്സൈറ്റിലെ ഈ ഒരു നഴ്സിംഗ് അലോട്ട്മെൻറ്റ് നടത്താനുള്ള ആ ഒരു ഇൻഡെക്സ് പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ഇതാണ് ഈ ഒരു ഇൻഡെക്സ് പേജ് എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് കൊടുത്തിട്ടുള്ളത് കാണാൻ പറ്റും. 2025-26 അധ്യയന വർഷത്തെ സർക്കാർ കോളേജുകളിലേക്കും മറ്റ് സ്വാശ്രയ കോളേജുകളിലേക്കുമുള്ള BSc നഴ്സിംഗ് മറ്റ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള ഓൺലൈൻ അപേക്ഷ സമർപ്പണം ഉടൻ തന്നെ ആരംഭിക്കും. ഓൺലൈൻ അപേക്ഷാ സമർപ്പണ വേളയിൽ അപേക്ഷകൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഈ ഒരു വെബ്സൈറ്റിൽ കൊടുത്തിട്ടുള്ള പേജിൽ വിശദമായിട്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെ കോഴ്സാണ് ഉള്ളത് എന്നുള്ളത് ജസ്റ്റ് നമുക്ക് നോക്കാം. BSc നഴ്സിംഗ് ആണ്. LBS വഴി അഡ്മിഷൻ നേടുന്ന കോഴ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. BSc നഴ്സിംഗ്, അതുപോലെ BSc MLT, BSc പെർഫ്യൂഷൻ ടെക്നോളജി, BSc ഒപ്റ്റോമെട്രി, BPT, BCVT, BSLP, BOT, BSc ഡയാലിസിസ് ടെക്നോളജി, അതുപോലെ തന്നെ ബാച്ചിലർ ഓഫ് മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി, ബാച്ചിലർ ഓഫ് റേഡിയോ തെറാപ്പി ടെക്നോളജി, അതുപോലെ തന്നെ ബാച്ചിലർ ഓഫ് ന്യൂറോ ടെക്നോളജി എക്സെട്ര. ഈ ഒരു രീതിയിൽ വിവിധ കോഴ്സുകൾ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റും. അപ്പോൾ SC ST വിഭാഗക്കാർക്ക് 400 രൂപ, അതുപോലെ ജനറൽ കാറ്റഗറിക്ക് 800 രൂപയാണ് ഫീസ് വരുന്നത്. അതുപോലെ നിങ്ങൾക്ക് വിവിധ കാറ്റഗറി അനുസരിച്ച് നിങ്ങൾക്ക് റിസർവേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതുപോലെ സർവീസ് കാൻഡിഡേറ്റ് അതുപോലെ തന്നെ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഫീ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് 3 സ്റ്റെപ്സാണ് ഈ ഒരു അപേക്ഷയ്ക്കായിട്ട് വരുന്നത്. അതായത് ആദ്യത്തേത് നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ് കൊടുത്തുള്ള രജിസ്ട്രേഷൻ, രണ്ടാമത്തേത് ഫീ പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ബാക്കി ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്ത് നൽകുന്ന പ്രോസസ്സാണ്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് PDF രൂപത്തിലാക്കിയിട്ട് അതിന് കൃത്യമായിട്ട് പേരും കാര്യങ്ങളൊക്കെ എന്ത് ഡോക്യുമെൻ്റ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട് പ്രത്യേകം കൃത്യമായിട്ട് പേരും കാര്യങ്ങളൊക്കെ കൊടുക്കണം. അപ്പോൾ ഈ ഒരു ഫീ പേയ്മെൻറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് 2 രീതിയിലാണ് ചെയ്യാൻ പറ്റുക. ഒന്ന് ഓൺലൈൻ പേയ്മെൻ്റ് ആണ്, രണ്ടാമത്തേത് നിങ്ങൾക്ക് ആ ഒരു പേജിൽ നിന്നും നിങ്ങൾക്ക് അതായത് ഫീ പേയ്മെൻറ്റ് ചെയ്യാനുള്ള പേജിൽ നിന്നും നിങ്ങൾക്ക് ചലാൻ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അതെടുത്ത് ഏതെങ്കിലും തൊട്ടടുത്തുള്ള ഫെഡറൽ ബാങ്ക് ശാഖ വഴി നിങ്ങൾക്ക് ഒരു ചലാൻ അടിച്ച് ബാക്കി പ്രോസസ്സ് ചെയ്യാൻ പറ്റും. ചലാൻ വഴി അടക്കുന്ന സമയത്ത് ഏകദേശം 24 മണിക്കൂറാണ് ഈ ഒരു അക്കൗണ്ടിലേക്ക് അതായത് നിങ്ങളുടെ ഈ ഒരു പ്രൊഫൈലിലേക്ക് ആ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്തു എന്നുള്ള ഡീറ്റെയിൽസ് വരാനായിട്ട് എടുക്കുന്നത്. അപ്പോൾ ചലാൻ വഴി എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഏകദേശം 24 മണിക്കൂറിന് ശേഷം മാത്രമേ ബാക്കി പ്രോസസ്സ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഇവിടെ കുറച്ച് ഇത് കൊടുത്തിട്ടുണ്ട്. അതായത് ഏപ്രിൽ 30 വന്നിട്ടുള്ള അപേക്ഷാ സമർപ്പണ നിർദ്ദേശങ്ങളാണ്. അപ്പോൾ ഈ ഒരു അപേക്ഷ സമർപ്പിക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ തയ്യാറാക്കി വെക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ സ്റ്റേറ്റ് എഡ്യൂക്കേഷണൽ പർപ്പസിനുള്ള ഡോക്യുമെൻറ്റ്സ് ആയിരിക്കണം തയ്യാറാക്കേണ്ടത്. കാരണം ഈ ഒരു അതായത് ഇതിന് വേണ്ടത് സ്റ്റേറ്റ് എഡ്യൂക്കേഷണൽ പർപ്പസിൻ്റെ ഡോക്യുമെൻറ്റ്സ് ആണ്.
അപ്പോൾ നമുക്ക് ജസ്റ്റ് ആ ഒരു PDF ഓൾറെഡി ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഇത് ഡൗൺലോഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഈ ഒരു 2025-26 വർഷത്തേക്കുള്ള ഈ ഒരു BSc നഴ്സിംഗ് കോഴ്സുകളിലുള്ള അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങൾ എന്തൊക്കെ ഡോക്യുമെൻറ്റ് വേണം, അതായത് SC/ST ആണെങ്കിൽ ഏത് ഡോക്യുമെൻറ്റ് വേണം, OEC ആണെങ്കിൽ ഏത് വേണം, അതുപോലെ ജനറൽ കാറ്റഗറിക്ക് ഏതൊക്കെ ഡോക്യുമെൻറ്റുകൾ വേണം, അതുപോലെ ഫീസ് റിസർവേഷനായിട്ട് എന്തൊക്കെ ഡോക്യുമെൻറ്റ് വേണം എന്നുള്ള ഡീറ്റെയിൽസ് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് അപേക്ഷ സമർപ്പിക്കുന്നതിനായിട്ട് എന്തൊക്കെ, അതുപോലെ തന്നെ സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ പർപ്പസ് എന്ന് കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ SC BC ആയാലും OBC ആയാലും നോൺ ക്രിമിനലൈസ് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുന്ന സമയത്ത് സ്റ്റേറ്റ് എഡ്യൂക്കേഷണൽ പർപ്പസ് എന്ന് പറഞ്ഞിട്ടുള്ള വില്ലേജ് ഓഫീസർ നൽകുന്ന സർട്ടിഫിക്കറ്റാണ് വേണ്ടത്. കാരണം പല വിദ്യാർത്ഥികൾക്കും നീറ്റിന് അപേക്ഷിക്കുന്ന സമയത്ത് ഈ ഒരു സെൻട്രൽ എഡ്യൂക്കേഷൻ പർപ്പസ് ഡോക്യുമെൻ്റ് ആയിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ സ്പോർട്സ് കോട്ട റിസർവേഷൻസിനും കാര്യങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസും കൃത്യമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റിൻ്റെയും മറ്റും വാലിഡിറ്റി കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഹെൽപ്പ് ലൈൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ LBS സെൻറ്ററിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട്സ് സോൾവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിന് അപേക്ഷിക്കാനായിട്ട് ബേസിക് ആയിട്ടുള്ള എന്തൊക്കെ ഡോക്യുമെൻറ്റ് വേണം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അതായത് ഞാൻ ജസ്റ്റ് ആ ഒരു ഡോക്യുമെൻറ്റ്സ് മാത്രമേ പറയുന്നുള്ളൂ. നിങ്ങൾക്ക് റിസർവേഷൻ അനുസരിച്ച് മറ്റെന്തെങ്കിലും ഡോക്യുമെൻറ്റ് വേണോ എന്നുള്ളത് നിങ്ങൾ ഈ ഒരു PDF കൃത്യമായിട്ട് വായിച്ച് നോക്കി മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ ബേസിക്കായിട്ട് നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് വേണ്ടത് എല്ലാത്തിൻ്റെയും സ്കാൻ ചെയ്ത കോപ്പികളാണ്. അത് PDF രൂപത്തിലാക്കിയിട്ടായിരിക്കണം നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത്. ആദ്യത്തെ നിങ്ങളുടെ ഫോട്ടോ, പിന്നെ സിഗ്നേച്ചർ, അതുപോലെ തന്നെ നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റ്, +2വിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ടെങ്കിൽ റിസൾട്ട് വന്നതിന് സർട്ടിഫിക്കറ്റ്, അതുപോലെ നിങ്ങൾക്ക് +2 സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ റിസൾട്ടിൻ്റെ സ്കാൻ ചെയ്ത കോപ്പി അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതിയാകും. സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ആ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ കമ്പാർട്ട്മെൻറ്റ് ഭാഗത്തുള്ള വിദ്യാർത്ഥികൾക്ക് ഒന്നിലധികം സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് ഒറ്റ PDF ആക്കിയിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതിയാകും. അതുപോലെ തന്നെ പിന്നീട് വേണ്ടത് നിങ്ങൾക്ക് വല്ല റിസർവേഷൻസും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ആ ഒരു റിസർവേഷൻ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ആണ്. അപ്പോൾ സാധാരണ ഫീസ് ആനുകൂല്യം ഉണ്ടെങ്കിൽ ഇൻകം സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ SC/ST വിദ്യാർത്ഥികൾ ആണെങ്കിൽ ഈ ഒരു കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, അതുപോലെ SC BC വിഭാഗക്കാർ ആണെങ്കിൽ അവർക്ക് നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ നിങ്ങൾ മിശ്ര വിവാഹിതരായവരുടെ മക്കൾ ആണെങ്കിൽ നിങ്ങളുടെ പാരൻസിൻ്റെ മാരേജ്, അതായത് ഇൻ്റർകാസ്റ്റ് മാരേജിൻ്റെ ആ ഒരു സർട്ടിഫിക്കറ്റ്, അതുപോലെ നിങ്ങൾ സർവീസ് കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റ് നൽകുന്ന അനുമതി നൽകിയിട്ടുള്ള അതിൻ്റെ സർട്ടിഫിക്കറ്റ്. അതായത് അനുമതി എന്ന് പറയുമ്പോൾ ഡിപ്പാർട്ട്മെൻറ്റൽ കാൻഡിഡേറ്റ്സ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ജോലി നിലവിൽ ഗവൺമെൻറ് ജോലി ചെയ്യുകയായിരിക്കും. അവർ അതിന് ഇടയ്ക്ക് ഈ ഒരു കോഴ്സ് പഠിക്കുന്ന സാഹചര്യത്തിൽ ആ ഒരു ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള അനുമതിയുടെ ആ ഒരു ഡോക്യുമെൻറ്റ് വേണം. അതായത് NOC സർട്ടിഫിക്കറ്റ് ആവശ്യമായിട്ട് വരും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് വേണ്ടത് ഫീസാണ്. അപ്പോൾ ഇത്രയുമാണ് പ്രധാനമായിട്ടും നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത്, അതായത് ഈ ഒരു അപേക്ഷ സമർപ്പിക്കാനായിട്ട് ആവശ്യമുള്ളത്. അതുപോലെ മറ്റെന്തെങ്കിലും റിസർവേഷൻ ഉള്ളവരാണെങ്കിൽ ആ ഒരു റിസർവേഷൻ്റെ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ ആദ്യം തന്നെ തയ്യാറാക്കി വെക്കുക. അതുപോലെ സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ പർപ്പസിൻ്റെ ഡോക്യുമെൻ്റ് ആയിരിക്കണം എല്ലാ സർട്ടിഫിക്കറ്റിലും. അതായത് ഈ ഒരു സെൻട്രൽ എഡ്യൂക്കേഷൻ പർപ്പസ് ഉണ്ട്, അതുപോലെ തന്നെ ഈ സ്റ്റേറ്റ് എഡ്യൂക്കേഷണൽ പർപ്പസ് ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റേറ്റ് ജോബ് പർപ്പസ് ഉണ്ട്. ഈ ഒരു രീതിയിൽ വിവിധ കാറ്റഗറിയിൽ അതായത് പർപ്പസിനുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ വാങ്ങിക്കേണ്ട സർട്ടിഫിക്കറ്റ്, അതായത് ഈ ഒരു നിങ്ങൾ അക്ഷയമായി അപേക്ഷിക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ പർപ്പസിൻ്റെ ഡോക്യുമെൻ്റ് ആയിരിക്കണം. അത് സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ പർപ്പസ് എന്ന് കൃത്യമായിട്ട് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരിക്കണം. അതുപോലെ വില്ലേജ് ഓഫീസിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റാണ് വേണ്ടത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും റിസർവേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു സർട്ടിഫിക്കറ്റാണ് വേണ്ടത്. അപ്പോൾ ഇത്രയും നിങ്ങൾ എടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ അപേക്ഷ സമർപ്പിച്ച ശേഷം പിന്നീട് നിങ്ങളുടെ +2 മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കും. ആദ്യം പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് വരുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്ത ഡോക്യുമെൻറ്റ്സിൻ്റെ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ അത് തിരുത്തുന്നതിനായിട്ടുള്ള ഒരു അവസരം വരും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒന്നും തിരുത്താൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ പേഴ്സണൽ ഡീറ്റെയിൽസ് നൽകുന്ന സമയത്ത് കൃത്യമായിട്ട് തെറ്റാതെ തന്നെ നൽകാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം തെറ്റാൽ തിരുത്താനായിട്ട്, അത് ഫൈനൽ കൺഫർമേഷൻ ചെയ്താൽ തിരുത്താനായിട്ട് പറ്റുന്നതല്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് അതിനുശേഷം അതായത് ഈ ഒരു ആദ്യം നിങ്ങളുടെ ഈ ഒരു ആപ്ലിക്കേഷൻ ഒക്കെ സബ്മിറ്റ് ചെയ്ത്, അതായത് 30 ദിവസമാണ് ഈ ഒരു രജിസ്ട്രേഷനായിട്ട് അനുവദിക്കുന്നത്, ടോട്ടൽ ഡേയ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് ശേഷം പിന്നീട് ഇതിൻ്റെ ആ ഒരു ആപ്ലിക്കേഷൻ കറക്ഷൻ ടൈം ഉണ്ടാവും. അതിനുശേഷം പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് വരും. അതുപോലെ തന്നെ പിന്നീട് മെയിൻ റാങ്ക് ലിസ്റ്റ് വരും. അതിനുശേഷം ട്രയൽ അലോട്ട്മെൻറ്റിനായിട്ട് ഓപ്ഷൻ രജിസ്ട്രേഷൻ, അതായത് നിങ്ങൾക്ക് വേണ്ട കോഴ്സ്, കോളേജ് എന്നിവ നിങ്ങളുടെ പ്രയോറിറ്റി അടിസ്ഥാനത്തിൽ നൽകാനുള്ള ഒരു അവസരം വരും. അപ്പോൾ അങ്ങനെ അതിനുശേഷം നിങ്ങൾക്ക് പിന്നീട് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരും, പിന്നീട് സെക്കൻഡ് അലോട്ട്മെൻറ്റ്, തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾക്ക് കോളേജിൽ ജോയിൻ ചെയ്യാൻ പറ്റും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഓരോ അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത കോളേജ് ഒഴിവാക്കുന്നതിനുള്ള അവസരമുണ്ട്. അതുപോലെ അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ കിട്ടിയിട്ടുള്ള കോളേജിൽ നിങ്ങൾക്ക് ആ ഒരു സീറ്റ് കൺഫേം ചെയ്യാനായിട്ട് ടോക്കൺ ഫീസ് എന്ന രീതിയിൽ ഫീസിൻ്റെ ഒരു ചെറിയൊരു ഭാഗം, അതായത് ഏകദേശം ഒരു 25,000 രൂപ സെൽഫ് ഫിനാൻസിലാണെങ്കിൽ, ഗവൺമെൻറ്റിലാണെങ്കിൽ 24,000 രൂപയാണ് വരിക. അപ്പോൾ ആ ഒരു പൈസ നിങ്ങൾക്ക് അടക്കാനായിട്ട് ഓൺലൈനായിട്ട് അടച്ച് ആ ഒരു സീറ്റ് കൺഫേം ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ
ആ ഒരു സമയത്ത് അതായത് 1 മുതൽ 3 വരെയുള്ള അലോട്ട്മെൻറ്റുകൾക്കിടയിൽ നിങ്ങൾ ഈ ഒരു ഫീസ് അലോട്ട്മെൻറ്റ് കിട്ടി അടച്ചിട്ടില്ലെങ്കിൽ, അതായത് അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അവർ ഓരോ അലോട്ട്മെൻറ്റിനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ 3 വരെയുള്ള അലോട്ട്മെൻറ്റുകൾക്കിടയിൽ പുതിയ കോളേജ് വരികയാണെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് പുതുതായിട്ട് വീണ്ടും കോളേജ് ഓപ്ഷൻ ആഡ് ചെയ്യാൻ പറ്റുക. അതല്ലെങ്കിൽ നിങ്ങൾ ആദ്യം കൊടുത്ത ആ ഒരു കോളേജ് ഓപ്ഷൻ പരിഗണിച്ചുകൊണ്ടാണ് അലോട്ട്മെൻറ്റ് വരിക. ഓരോ അലോട്ട്മെൻറ്റ് വരുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജാണ് കിട്ടിയിട്ടുള്ളത്, താല്പര്യമുള്ള കോഴ്സാണ് കിട്ടിയതെങ്കിൽ നിങ്ങൾക്ക് ടോക്കൺ ഫീസ് അടച്ച് നിങ്ങൾക്ക് ആ ഒരു സീറ്റ് കൺഫേം ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് ആ ഒരു കോളേജ് തന്നെ മതി എന്നാണെങ്കിൽ നിങ്ങൾക്ക് അതിന് ഹയർ ഓപ്ഷൻസ് വല്ലതും ഉണ്ടെങ്കിൽ, അത് നിങ്ങൾക്കിപ്പോൾ ഒരു 10ാമത്തെ ഓപ്ഷൻ കിട്ടുകയാണെങ്കിൽ 1 മുതൽ 9 വരെയുള്ള ഓപ്ഷൻസ് വേണ്ടെങ്കിൽ അതിൽ ഏതെങ്കിലും ഒക്കെ ആയിട്ട് റിമൂവ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. മുഴുവൻ ഓപ്ഷനും ഹയർ ഓപ്ഷൻ വേണ്ട, നിലവിൽ കിട്ടിയ സീറ്റ് തന്നെ മതിയെങ്കിൽ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്ത് ഹയർ ഓപ്ഷൻസ് റിമൂവ് ചെയ്ത് പിന്നീട് 3rd അലോട്ട്മെൻറ്റിന് ശേഷം കോളേജിൽ ജോയിൻ ചെയ്യാൻ സാധിക്കും. ഇതിനുശേഷം വിവിധ സ്പെഷ്യൽ അലോട്ട്മെൻറ്റ്, സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് വിവിധ തരം അലോട്ട്മെൻറ്റുകൾ നടത്തുകയും അതുവഴി വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ നേടാനും സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് വളരെയധികം മാർക്ക് കുറവാണ് എങ്കിൽ, അതായത് ഈ ഒരു മാർക്ക് പരിഗണിക്കുന്നത് നിങ്ങളുടെ +2ൻ്റെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നിവയാണ്. ടോട്ടൽ 120ലാണ് +2ന് ഓരോ സബ്ജക്റ്റും മാർക്ക് വരുന്നത്. അപ്പോൾ ഈ ഒരു 120 മാർക്കിനെ അതായത് ടോട്ടൽ മാർക്ക് വരുന്ന സമയത്ത് ഏകദേശം 360 വരിക. 360നെ 300ലേക്ക് കൺവേർട്ട് ചെയ്യും. അത് 1.2 കൊണ്ട് ഹരിച്ച് അതിനെ 300ലേക്ക് കൺവേർട്ട് ചെയ്യും. 300ൽ എത്ര മാർക്ക് കിട്ടിയെന്ന് അനുസരിച്ചുകൊണ്ടാണ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കപ്പെടുക. ഇങ്ങനെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്ന സാഹചര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് വളരെയധികം മാർക്ക് കുറവ് ആണെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യത, അതായത് BSc നഴ്സിംഗ് കോഴ്സിൽ തന്നെ അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യത കുറവായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാൻ സാധ്യത ഇല്ലാന്ന് തോന്നുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് കേരളത്തിന് പുറത്തോ അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ വിവിധ ഡൊണേഷൻ നൽകിയിട്ട് അഡ്മിഷൻ നേടാൻ സാധിക്കുന്ന വിവിധ കോളേജുകളുണ്ട്. അപ്പോൾ അവിടെയോ നിങ്ങൾക്ക് അഡ്മിഷൻ നേടാൻ സാധിക്കുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ അഡ്മിഷൻ നേടുന്ന കോളേജ് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ അപ്രൂവ്ഡ് ആണെന്നുള്ളത് പ്രത്യേകം ഉറപ്പുവരുത്തേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ വർഷത്തെ BSc നഴ്സിംഗ് കോഴ്സുകളിലേക്കുള്ള LBS മുഖാന്തരമുള്ള അപേക്ഷ സമർപ്പണം മെയ് 18-ാം തീയതിക്ക് ശേഷം ഉടൻ ആരംഭിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ